ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കംപ്ലീറ്റ് ബ്രേക്കപ്പിനെ കുറിച്ചാണ്. അപ്പോൾ ബ്രേക്കപ്പ് ആവുമോ എന്നുള്ള ഭയമുള്ള ആളുകൾ, അതല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയിട്ടിരിക്കുന്ന ആളുകൾ, ഇനി അതല്ല ബ്രേക്കപ്പ് ലൈഫിൽ സംഭവിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ പൂർണ്ണമായിട്ടും കാണേണ്ട ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ആദ്യം തന്നെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ബ്രേക്കപ്പ് എന്ന് പറയുന്നത് സംഭവിക്കുന്നത് എന്തുകൊണ്ടൊക്കെയാണ് എന്നുള്ളതാണ്. അതിനുശേഷം വേറെയും കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്ന് വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും അതൊരിക്കലും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കെയർ ചെയ്യാനായിട്ട് പറ്റും. നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് വൺ പറയുന്നത്, ചിലപ്പോൾ ബ്രേക്കപ്പിന്റെ പ്രധാനപ്പെട്ട റീസൺ നമ്മൾ തന്നെ ആയിരിക്കാം. നമ്മൾ ചിലപ്പോൾ അവരങ്ങനെയാണ്, അവരിങ്ങനെയാണ് എന്നൊക്കെ പറയുമായിരിക്കാം. പക്ഷെ നമ്മളാണോ കാരണക്കാര് എന്നുള്ളതൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ദേ നെവർ ഗെറ്റ് വാട്ട് ദേ എക്സ്പെക്ട്. ഇപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ നമ്മൾ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക. അവരെന്താണോ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അത് അവർക്ക് കിട്ടാത്തത് കൊണ്ടായിരിക്കാം ബ്രേക്കപ്പ് സംഭവിക്കുന്നത്. അപ്പോൾ പല ആളുകളും ഒരു റിലേഷൻഷിപ്പിലോട്ട് വരുന്നത് ഒരേ ഇന്റൻഷൻ വെച്ചുകൊണ്ടൊന്നുമല്ല. ഓരോരുത്തർക്കും പല രീതിയിലുള്ള ഇന്റൻഷൻസ് ആണ്. അപ്പം നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പം ചില ആളുകൾക്ക് റിലേഷൻഷിപ്പിലായി കഴിഞ്ഞതിന് ശേഷം മാസങ്ങൾ കഴിഞ്ഞിട്ടാവാം, അല്ലെങ്കിൽ ഒരു 6 മന്ത് അല്ലെങ്കിൽ ഒരു 1 ഇയർ ഒക്കെ ആവുന്ന സമയത്ത് ചിലപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാരക്ടർ ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിലോട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ക്യാരക്ടർ ഇഷ്ടമല്ലാത്തത് കൊണ്ടായിരിക്കാം അവരതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആവുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റൊരു റീസൺ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഓവർ പൊസസീവ് ആയതുകൊണ്ടായിരിക്കാം, അത് അവർക്ക് ഇറിറ്റേഷനായി മാറിയത് കൊണ്ടായിരിക്കാം ബ്രേക്കപ്പ് ആവുന്നത്. നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതല്ല, ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. അപ്പോൾ കുറേ ഇൻസൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. ഭാവിയിൽ ഇനിയിപ്പോൾ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ സംഭവിക്കാതിരിക്കാൻ ഈ വീഡിയോ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ചില ആളുകളുണ്ട് ഭയങ്കര സെൽഫിഷ് ആയിരിക്കും. എൻ്റേത് അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള ആളുകൾക്ക് ഇമ്പോർട്ടൻസ് ഉള്ളൂ. അങ്ങനെ കുറച്ച് സെൽഫിഷ് മൈൻഡ് വന്നു കഴിഞ്ഞാലും റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഇതൊക്കെ ക്യാരക്ടറുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ക്യാരക്ടർ മോശമായതുകൊണ്ട് ചിലപ്പോൾ ബ്രേക്കപ്പ് ആവാം. അതുപോലെ തന്നെ ചില ആളുകൾ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നോക്കി പ്രണയിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ചിലപ്പോൾ നമ്മൾ ആദ്യമൊക്കെ വലിയ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടാവാം. പക്ഷേ പിന്നീട് അടുത്ത് കഴിയുമ്പോഴാണ് അറിയുന്നത് ഇയാൾക്ക് ബാങ്ക് ബാലൻസ് ഇല്ല, അല്ലെങ്കിൽ നല്ലൊരു ജോലി ഇല്ല. അങ്ങനെയൊക്കെ അറിയുന്ന സമയത്ത് ചിലപ്പോൾ ചില ആളുകൾ ഇട്ടേച്ച് പോവാറുണ്ട്. അപ്പോൾ അവരുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കാം. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ ആഗ്രഹം അതാണ്. അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ എനിക്ക് ഓക്കെ ആണ് എന്നുള്ള രീതിയിലായിരിക്കും. ചില ആളുകൾ ബ്യൂട്ടി മാത്രമായിരിക്കും നോക്കുന്നുണ്ടാവുക. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ആ ബ്യൂട്ടി പിന്നീട് നഷ്ടപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുന്ന സമയത്ത് ഇട്ടേച്ച് പോകുന്ന ആളുകളും ഉണ്ട്. ഇപ്പോൾ ഫിസിക്കലി ഓക്കെ ആയിട്ടുള്ള ഒരാൾക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റുന്നു, അയാളുടെ കാല് എന്തെങ്കിലും പ്രശ്നം പറ്റുന്നു, പിന്നെ നടക്കാൻ പറ്റാതെ ആവുന്ന സമയത്ത് പതിയെ ആ റിലേഷൻഷിപ്പിൽ നിന്ന് വലിയുന്ന ആളുകളും ഉണ്ട്. ഇങ്ങനെയുള്ള ആളുകളും ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ബ്യൂട്ടി നോക്കിയിട്ട് വരുന്ന ആളുകളുണ്ട്, ഫിസിക്കലി എല്ലാം ഓക്കെ ആണോ എന്ന് നോക്കിയിട്ട് പ്രണയിക്കുന്ന ആളുകളൊക്കെ ഇന്ന് ഈ ലോകത്തുണ്ട്, നിങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ അതായിരിക്കാം ഒരു കാരണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഫാമിലി സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, റിലീജിയൻ ഇഷ്യൂസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു കഴിഞ്ഞാൽ എപ്പോഴും അടി, കമ്മ്യൂണിക്കേഷനിൽ ഭയങ്കരമായിട്ടുള്ള ഫെയിലിയർ സംഭവിച്ചതുകൊണ്ടായിരിക്കാം ബ്രേക്കപ്പ് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കരിയറിലുള്ള ഒരു സപ്പോർട്ട് കിട്ടും, എന്നെ സപ്പോർട്ട് ചെയ്യും, എൻ്റെ പൊസിഷനിലോട്ട് എത്താൻ ഇയാളുടെ സഹായം ഉണ്ടായിരിക്കും, അത് തിരിച്ചും എൻ്റെ ആ ഒരു പൊസിഷനിൽ എത്താൻ ഇവള് എന്നെ നന്നായിട്ട് സഹായിക്കും എന്നുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് കിട്ടാതിരിക്കുമ്പോഴും ബ്രേക്കപ്പ് സംഭവിക്കാനുള്ള റീസൺസ് ഉണ്ട്. ഞാൻ പറയുന്നത് ചില ആളുകൾക്ക് ഈ വീഡിയോയിൽ പറയുന്നത് ഇഷ്ടപ്പെട്ടു എന്നൊന്നും വരില്ല, പക്ഷേ ഒരു പച്ചയായിട്ടുള്ള സത്യമാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത്രയും ഈ ക്യാരക്ടർ, പൊസീവ്നെസ്, സെൽഫിഷ്, ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ട് ഫാമിലി സപ്പോർട്ട്, ബ്യൂട്ടി, കമ്മ്യൂണിക്കേഷൻ ഫെയിലിയർ, കരിയർ സപ്പോർട്ട്, ഇങ്ങനെയൊക്കെ നോക്കി പ്രണയിക്കുന്ന ആളുകൾ ഇന്നത്തെ ലോകത്തുണ്ട്. അപ്പൊ അതൊന്നും അവർ വിചാരിച്ച പോലെ ഇതിലെല്ലാം നോക്കുമെന്നല്ല പറയുന്നത്. ഏതെങ്കിലുമൊക്കെ പാളിച്ചകൾ സംഭവിക്കുന്ന സമയത്ത് ചില ആളുകൾ ബ്രേക്കപ്പ് ആവാറുണ്ട്. അപ്പൊ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അവർ എക്സ്പെക്ട് ചെയ്യുന്ന സംഭവം നമ്മളിൽ നിന്ന് കിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ആ റിലേഷൻഷിപ്പിൽ നിന്നത് കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവുമില്ല. ശരിയല്ലേ? അപ്പൊ അത് ബ്രേക്കപ്പ് ആവുന്നത് തന്നെയാണ് നല്ലത് എന്ന് വിശ്വസിക്കുന്നതാണ് നല്ലത്. നമ്മുടെ ആരോഗ്യത്തിനും തുടർന്നുള്ള ജീവിതത്തിനും ഏറ്റവും നല്ലത് അതാണ്. ഗോട്ട് ഇറ്റ്? പിന്നെ അതുപോലെ തന്നെ അടുത്തതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദേ ഡോണ്ട് ഡിസേർവ് യു. അങ്ങനെ ഒരു ബ്രേക്കപ്പ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അർഹതപ്പെട്ട ഒരാളല്ല നിങ്ങൾ.
നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാൽ മതി. ഗോഡ് നിങ്ങളെ സേവ് ചെയ്തു എന്നുള്ളത് വിചാരിച്ചാൽ മതി. ആ ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന്, അല്ലെങ്കിൽ അവർ എന്തൊക്കെയാണോ ഇൻറ്റൻഷൻ, അവരുടെ ഇൻറ്റൻഷൻ അനുസരിച്ച് ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങളെ പ്രണയിച്ചിട്ടുണ്ടാവുക. നിങ്ങൾ ആത്മാർത്ഥമായി പ്രണയിച്ചവരായിരിക്കാം. അപ്പോൾ ദൈവം നിങ്ങളെ രക്ഷിച്ചു, മുൻകൂറായിട്ട് രക്ഷിച്ചു. അല്ലെങ്കിൽ നിങ്ങളൊരു റിലേഷൻഷിപ്പിലായി കുറേ നാളൊക്കെ കഴിഞ്ഞിട്ട് പോവുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് തളരും. നിങ്ങൾക്ക് ചിലപ്പോൾ ഫിസിക്കലി അപ്പോൾ നല്ല ആരോഗ്യത്തോടു കൂടി ജീവിതത്തിലൊന്നും എത്തിപ്പിടിക്കാൻ കഴിയാത്തൊരു മാനസികാവസ്ഥയിലാണ് ബ്രേക്കപ്പ് ഒക്കെ ആവുന്നതെങ്കിലോ നിങ്ങൾ തളർന്നു പോകും അല്ലേ. അപ്പം നിങ്ങൾ കൃതജ്ഞരായിട്ടിരിക്കുകയാണ് വേണ്ടത്. ഒരു ബ്രേക്കപ്പ് സംഭവിക്കുന്നത് കൊണ്ട് നന്ദിയുള്ളവരായിട്ടിരിക്കുക. ദൈവം നിങ്ങളെ സേവ് ചെയ്തതാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളെ വളരെയധികം സ്നേഹിക്കാനും കെയർ ചെയ്യാനും കഴിയുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരും എന്ന് വിശ്വസിക്കുക. പല ആളുകളും അങ്ങനെ കഴിഞ്ഞാൽ ഇനി എനിക്ക് അങ്ങനെ ഒരാളെ കിട്ടില്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. കാരണം എങ്ങനെയുള്ള ആളെ, ഈ ചീറ്റ് ചെയ്ത് പോയ ആളെ അല്ലെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞു പോയ ആളെ കിട്ടണം, അങ്ങനത്തെ ആളെ കിട്ടണം എന്നാണ് വീണ്ടും ആഗ്രഹിക്കുന്നത്. പക്ഷെ അതൊരു തെറ്റായ ചിന്തയാണ്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരും എന്ന് തന്നെ വിശ്വസിക്കുക. മുന്നോട്ട് പോവുക, നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, സെൽഫ് ലവ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡ് വേണം. ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ മനസ്സിലാക്കുക, ഈ ലോകത്ത് പല ആളുകളും നമ്മുടെ ലൈഫിലോട്ട് വരും, പോവും. ആരും പെർമനൻ്റ് അല്ല എന്നുള്ള ഒരു സത്യം മനസ്സിലാക്കുക. സമയം എല്ലാം ഹീൽ ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കുക. എന്ത് ഇമോഷൻസ് നമുക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിലും ആ ഇമോഷൻസ് നമ്മൾ ഫീൽ ചെയ്യാൻ അർഹതപ്പെട്ടവരാണ്. നമ്മുടെ സോളിന് ആ ഇമോഷൻ ഫീൽ ചെയ്യേണ്ടതായിട്ടുള്ള, അത് ഡിസേർവ് ചെയ്യുന്നത് കൊണ്ടാണ് ഫീൽ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അത് സപ്രസ് ചെയ്യാതെ അത് മാക്സിമം ഫീൽ ചെയ്തിട്ട് വിടുക. ദൈവം നമ്മളെ സംരക്ഷിച്ചു എന്ന് ചിന്തിക്കുക. മൂവ് ഓൺ ചെയ്യുക. ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, എൻ്റെ പേഴ്സണൽ കോച്ചിങ് ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ടീം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ. ചേച്ചി ഭയങ്കര ഹാപ്പി ഉണ്ട് കേട്ടോ. ഞാൻ ഇത് മെസ്സേജായിട്ട് ഓഫീസിൽ എത്തിയിട്ട് അയക്കാം. അതാകുമ്പോൾ കുറച്ച് എനിക്ക് സ്പീഡിൽ ടൈപ്പ് ചെയ്യാൻ കിട്ടും. ഇപ്പം മറ്റേത് ആഗ്രഹിച്ച പോലെ തന്നെ ആയിട്ടോ, തേർഡ് പാർട്ടി ഒന്നുമില്ല. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളത്. അതില്ലയെന്ന് ആളുടെ വായ കൊണ്ട് തന്നെ പറഞ്ഞു. പിന്നെ ഞാനില്ലാതെ പറ്റില്ലെന്ന് പറഞ്ഞ്, അവരുടെ അമ്മയെപ്പോലെ തന്നെയാണ് എനിക്കും എന്നെയും രണ്ടുപേരും വേണമെന്ന് പറഞ്ഞ് ഇപ്പം ഡെയിലി വിളിക്കാറുണ്ട്. പണ്ട് എങ്ങനെയാണോ സ്നേഹിച്ച് അതേപോലെ സ്നേഹിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ആ മുമ്പത്തേക്കാളും എന്താ പറയുക, സ്നേഹം അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആ പണ്ടത്തെ ആ ഒരു കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് ഭാഗ്യമാണ് നിന്നെ കിട്ടിയത് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഒന്നും ചെയ്തില്ല ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്. പക്ഷേ നമുക്കിങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഞാൻ ഒന്ന് അങ്ങോട്ട് വിളിക്കുകയും പറയുകയും ഒന്നും ചെയ്യാതിരുന്നപ്പോൾ സഡൻലി ഇങ്ങനെ അയച്ചു തരിക ചെയ്തേ ഒരു വീഡിയോ. എത്ര അടി ഉണ്ടാക്കിയാലും പിന്നെയും വരുന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ അയച്ചു. അപ്പോഴും ഞാൻ റിപ്ലൈ കൊടുത്തില്ല. പിന്നെയാണ് വിളിച്ചിങ്ങനെ സംസാരിച്ചത്. അപ്പോഴും ഞാൻ വിചാരിച്ചു ഇതിനിപ്പോൾ നാളെ വീണ്ടും ഇങ്ങനെ മിണ്ടാതെ ആവാനായിരിക്കും എന്ന് പറഞ്ഞാൽ അധികം പോയില്ല. പക്ഷെ ഇപ്പോൾ ഒരു 2-3 ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കുന്നുണ്ട്. ഇനി അത് സ്റ്റോപ്പ് ആവില്ല. എന്താണെങ്കിലും താങ്ക്സ് കേട്ടോ, കുറേ താങ്ക്സ്. എനിക്ക് ചേച്ചിയോട് പറഞ്ഞ് അപ്പം തന്നെ എനിക്കത് മാറും, എന്ത് ബ്ലോക്കാണെങ്കിലും. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ പ്രാർത്ഥനയുടെ ഫലമായിരിക്കുന്നു. ഞാൻ എന്തായാലും വലിയൊരു മെസ്സേജ് തന്നെ ഇടാം കേട്ടോ. താങ്ക് യു സോ മച്ച്.